ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് ഈ ജന്മത്തിലെ മാത്രമല്ല അനുഭവിക്കേണ്ടി വരുന്ന കഴിഞ്ഞ ജന്മത്തിലെ ഫലവും കൂടെ അനുഭവിക്കേണ്ടി വരുന്നു. അതേത് വ്യക്തിയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഈ ഒരു ബ്രഹ്മാണ്ടം ഏത് വ്യക്തിയായാലും അവർ മോശം കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും വെറുതെ വിടത്തില്ല. അവർ ആദ്യമൊക്കെ വിചാരിക്കും ഞാൻ എന്ത് മോശം ചെയ്താലും ദൈവം എനിക്കൊരു ശിക്ഷയും തരത്തില്ല എന്ന് വിചാരിച്ച് അഹങ്കരിക്കും. പക്ഷേ ഒരു സമയമാകുമ്പോൾ ദൈവം ഉറപ്പായിട്ടും അവർക്ക് ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും. ഇവിടെ ഒരു വ്യക്തി എന്ത് മോശം ചെയ്തിട്ടും അവർക്ക് ആരെയും ഒരു പേടിയുമില്ല. അതുകൊണ്ട് തന്നെ അവർ തെറ്റായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു വ്യക്തി ഇവിടെ ഉണ്ട് എന്നാണ് ഈ കാണുന്ന ആൾക്കാരുടെ ആ ഒരു ജീവിതത്തിൽ ഇങ്ങനൊരു വ്യക്തി ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ അവർ എന്ത് തെറ്റ് ചെയ്താലും അവർക്ക് എപ്പോഴും തോന്നുന്നത് അവർ ശരിയായ വഴിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് അവർക്ക് തോന്നുന്നത്. ഇവർ എന്ത് ആക്ഷനാണോ എടുക്കുന്നത്, എന്ത് തീരുമാനമാണോ എടുക്കുന്നത്, അതെല്ലാം ഇവർക്ക് ശരിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇവർ എന്താണോ തെറ്റ് ചെയ്തത് അതിവർ സമ്മതിക്കത്തില്ല. അവർ അവരുടെ ലൈഫിലും തെറ്റ് ചെയ്തു, മറ്റുള്ളവരുടെ ലൈഫിലും തെറ്റ് ചെയ്തു. പക്ഷെ അതാരെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അതൊട്ടും അവർ സമ്മതിക്കത്തില്ല. ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ മോശം സ്വഭാവം എന്തെന്ന് വെച്ചാൽ ഇവർ ചെയ്ത തെറ്റ് അംഗീകരിക്കത്തില്ല. ഇവരെപ്പോഴും ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്, എന്തൊക്കെ വലിയ തെറ്റ് ചെയ്താലും ഞാൻ ആ തെറ്റ് ഒരിക്കലും അംഗീകരിക്കത്തില്ല. അങ്ങനെയാണ് ഇവർ എപ്പോഴും ശ്രമിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തി എപ്പോൾ തെറ്റ് ചെയ്താലും ഓപ്പോസിറ്റുള്ള വ്യക്തിയാണ് എപ്പോഴും തെറ്റുകാരായിട്ട് പറയുന്നത്. ഇവരെ ഒരിക്കലും അംഗീകരിക്കത്തില്ല. ഇത് ഫസ്റ്റ് ഇവരുടെ ആ ഒരു സംസാരം എന്ന് പറയുന്നത് നിങ്ങൾ കാരണമാണ് ഇത് സംഭവിച്ചത്, അങ്ങനെയായിരിക്കും ഇവർ പറയുന്നത്. ഇവിടെ ഇവരുടെ ഈ ഒരു ശബ്ദത്തിൻ്റെ പ്രഭാവം എങ്ങനെയെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിയെ കെട്ടിവെക്കും. അവരാണ് തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് ശബ്ദം കൊണ്ട് കെട്ടിവെക്കും. ഇവർ ആദ്യം ഫ്രീ ആകും ആ തെറ്റിൽ നിന്ന്, എന്നിട്ട് മറ്റൊരു വ്യക്തിയുടെ മേൽ ആ ഒരു തെറ്റ് അടിച്ചേൽപ്പിക്കും. അങ്ങനെയാണ് ഇവർ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതെങ്കിലും സമയത്ത് ഇവർ തെറ്റ് അംഗീകരിക്കുകയാണ്, സോറി പറയേണ്ട ആ ഒരു അവസ്ഥ വരികയാണ് എങ്കിൽ അപ്പോഴും ഇവർ പറയുന്നത് ഇങ്ങനെയായിരിക്കും, എന്തായാലും ഇത് സംഭവിച്ചു, പക്ഷേ ഇതിൽ ഞാൻ മാത്രമല്ല തെറ്റുകാരൻ, നിങ്ങളും തെറ്റുകാരാണ്, അങ്ങനെയായിരിക്കും പറയുന്നത്. അത് നിങ്ങളെ എങ്ങനെയെങ്കിലും ആ ഒരു തെറ്റിൽ കൊണ്ടെത്തിക്കുക, അതാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഫോർമാലിറ്റിക്ക് വേണ്ടിയാണ് ഇവർ സോറി പറയുന്നത്, അല്ലാതെ ആത്മാർത്ഥമായിട്ട് ഒരിക്കലും സോറി പറയത്തില്ല. ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇവർ ഭയങ്കരമായിട്ട് പ്രഭാവിതരാകുന്നു. മറ്റുള്ളവർ ഇവരെക്കുറിച്ച് എന്തൊക്കെ പറയുന്നു അതിൽ ഭയങ്കരമായിട്ട് പ്രഭാവിതരാകുന്നു ഇവർ. മറ്റുള്ളവർ എന്താണോ ഇവരെക്കുറിച്ച് പറയുന്നത് അത് ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് വയ്ക്കും. എനിക്കൊരു അവസരം വരുമ്പോൾ ഞാൻ അത് ഉറപ്പായിട്ടും പക തീർത്തിരിക്കും. അങ്ങനെ ഇവർ പല ആൾക്കാരോടും പക വീട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്തെങ്കിലും തമാശയ്ക്ക് ഇവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തമാശപൂർവ്വമായിട്ടുള്ള ആ ഒരു കാര്യം ഇവർ മനസ്സിൽ വച്ചിട്ടുണ്ടാകും. എന്നിട്ട് ഇവരുടെ ഒക്കെ ഒരു അവസരം വരുമ്പോൾ ആ ഒരു കാര്യം ഇവർ എടുത്തിട്ടിട്ട് നിങ്ങളെ വിഷമിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ഇവരുടെ തെറ്റ് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക, ഇതാണ് ഇവരുടെ മെയിനായിട്ടുള്ള സ്വഭാവം. ഇവരുടെ ശാന്തമായിട്ടുള്ള മനസ്സാണ് ഇവരുടേത്. പക്ഷേ എന്നാലും ഇവർ ശാന്തമായിട്ട് ഇരിക്കത്തില്ല. ഭയങ്കരമായിട്ട് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. മാക്സിമം പറയുകയാണെങ്കിൽ ഡബിൾ പേഴ്സണാലിറ്റിയാണ് ഇവർ. ഇവരുടെ ഡയറക്ഷൻ ഒരിക്കലും ക്ലിയർ ആയിട്ടായിരിക്കത്തില്ല ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് ഇവരുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടും ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാണ്, മറ്റുള്ളവരുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടും ഭയങ്കരമായിട്ട് കൺഫ്യൂഷനാണ്. ഇവിടെ ഇവരുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഇവർ കൺഫ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഇവർ എടുക്കുന്ന തീരുമാനവും തെറ്റായി മാറുന്നു. അതായത് ഒരു സമയം ഇവർ എടുത്ത തീരുമാനം നല്ലതായിട്ട് ഇവർക്ക് തോന്നും, പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് ഇവർക്ക് തോന്നുന്നത് ദൈവമേ ഞാൻ എന്തിനാണ് ഈ ആക്ഷൻ എടുത്തത് എന്ന് ഇവർക്ക് തോന്നും. ഈ വ്യക്തി കുട്ടിക്കാലം മുതലേ ഇങ്ങനെ തന്നെയാണ്, അതായത് തെറ്റായ കർമ്മങ്ങൾ ചെയ്യാനാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ കുട്ടിക്കാലം മുതലേ തന്നെ ഇവരുടെ ആ ഒരു തെറ്റായ ശീലം എങ്ങനെയെന്ന് വെച്ചാൽ, അതായത് പട്ടികളെ കാണുമ്പോൾ കല്ലെറിയുക, അല്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിലോട്ട് ഇവർ ആകർഷിച്ച് അത് ചെയ്തുകൊണ്ടിരുന്നു. അതായത് ജീവികളെ ആക്രമിക്കുക, ആ ഒരു കാര്യം ഇവർ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ഇവർ ചെയ്ത തെറ്റുകൾ ആരും അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തില്ല. അതായത് ഇങ്ങനെ ജീവികളെ കല്ലെറിയാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല, അങ്ങനെ ആരും പറഞ്ഞു കൊടുത്തുമില്ല. അവർ പിന്നെ അത് ചെയ്തു വന്നുകൊണ്ടേയിരുന്നു. ഇവിടെ ഇവർ ഡബിൾ പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എപ്പോഴും ഇവരുടെ ഉള്ളിലുണ്ട്. പുറമേ ഇവർ മറ്റുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇവർ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ് എന്ന്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ്. അമാവാസി പൂർണിമ ഈ 2 ദിവസം ഇവരുടെ എനർജി ഭയങ്കര ഹൈ ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏതൊരു വ്യക്തി റിലേറ്റഡ് ആയിട്ടും ഇവരുടെ ആ ഒരു ചിന്ത എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തി എത്ര തന്നെ നല്ലത് ചെയ്താലും അതിൽ എന്തെങ്കിലും കുറവ് കണ്ടുപിടിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു.
ഈ വ്യക്തി കൂടുതലായിട്ടും ബ്ലാക്ക് കളറാണ് കൂടുതലായിട്ട് ഇഷ്ടം. ഇവർക്ക് വൈറ്റ് കളർ കുറച്ച് മാത്രമായിരിക്കും ഇഷ്ടം ഇടാൻ. ബ്ലാക്ക് കളറാണ് കൂടുതലായിട്ട് ഇഷ്ടം. ഇവർ എപ്പോഴും തെറ്റായ ആൾക്കാരില്ല അവരിലോട്ടാണ് കൂടുതലായിട്ട് ശ്രദ്ധ ആകർഷിക്കുന്നത്. കള്ളം പറയുന്നവർ, ചതിക്കുന്നവർ, അങ്ങനെയുള്ളവരുമായിട്ടാണ് ഇവർ കൂടുതലായിട്ടും കൂട്ടുകെട്ട് വയ്ക്കുന്നതും കൂടുതലായിട്ടും സംസാരിക്കുന്നതും. സത്യം പറഞ്ഞാൽ ചെറുതിലേ ഇവർക്ക് നല്ലതേത് ചീത്ത ഏതെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നത് കൊണ്ടാണ് ഇവർ ഈ രീതിയിൽ മോശം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവർ ഒരാളെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിയാണ് ഇവരെ ചതിക്കാൻ പോകുന്നത്. പക്ഷേ ഇവർ അത് മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഒരു വ്യക്തിയുടെ സീക്രട്ട്, അതായത് ഇവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആ വ്യക്തിയുടെ സീക്രട്ട് ഇവർക്ക് റിവീൽ ആവാൻ പോകുകയാണ്. അത് കേൾക്കുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അത്രമാത്രമാണ് ആ വ്യക്തിയെ ഇവർ വിശ്വസിച്ചത്. അവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഇവർക്ക് കാണാൻ പോകുകയാണ് ഇവർ. ഇവിടെ വരാൻ പോകുന്ന 6 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 20 ദിവസത്തിനുള്ളിൽ ഇവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് റിവീൽ ആവുന്നതാണ്. അതായത് അവരുടെ വായിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു സംസാരം ഉണ്ടാകും. അത് കേൾക്കുമ്പോൾ ഇവർക്ക് ഒട്ടും തന്നെ ബിലീവ് ആവത്തില്ല. ഇവർ ഇങ്ങനെ എന്നോട് സംസാരിച്ചല്ലോ എന്ന് ഇവർക്ക് തോന്നും. അപ്പോൾ ഇവർ ആരുടെ മേലാണോ ട്രസ്റ്റ് വെച്ചത് ആ ഒരു ട്രസ്റ്റ് ഇല്ലാതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർക്ക് ഈ ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ട് പല സൈനും യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തായിരുന്നു. പക്ഷെ അതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. ഇവരുടെ ഇൻറ്റ്യൂഷൻ ഇവരോട് പറയുന്നുണ്ട് ഈ വ്യക്തി തെറ്റായ വ്യക്തിയാണ്, ഇവരെ വിശ്വസിക്കുന്നത്. എന്നിട്ടും അതൊന്ന് ഇഗ്നോർ ചെയ്തിട്ടാണ് ഈ വ്യക്തിയെ ഇവർ വിശ്വസിച്ചത്. അപ്പോൾ യൂണിവേഴ്സ് ഇനി ഈ വ്യക്തിയുടെ യഥാർത്ഥ സത്യം ഇവരുടെ മുന്നിൽ കൊണ്ടുവരുമ്പോഴാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമമാകുന്നത്. ഈ ഒരു വ്യക്തി സ്വയം ഇവരുടെ എല്ലാ രഹസ്യങ്ങളും ഹിഡനാക്കി വെക്കുന്നു. പക്ഷേ വേറൊരു വ്യക്തിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഇവരുടെ മുന്നിൽ വരാൻ പോകുന്നു. ഇതാണ് ഇവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ കള്ളം ഇവരുടെ മുന്നിൽ വരുമ്പോൾ ഇവർക്ക് ഒട്ടും തന്നെ ഇഗ്നോർ ചെയ്യാൻ സാധിക്കത്തില്ല. അതിനെ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ എന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തുന്നതാണ്. ഇത് വളരെ വലിയ ഒരു ലെവലിൽ ഒരു വലിയൊരു ചതി ഇവർക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വളരെ മോശം രീതിയിൽ ഇവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് സ്വയം ഇവർ തന്നെ പുറത്തു കൊണ്ടുവരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒരാളുടെ സത്യം ഇവരുടെ മുന്നിൽ തെളിയും. ഇവരുടെ യഥാർത്ഥ സത്യം എന്താണെന്ന് മറ്റുള്ളവരുടെ മുന്നിലും തെളിയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോട് ആരാണോ തെറ്റ് ചെയ്തത്, അതായത് ഒരു ടീമായിട്ട് നിന്ന് ആരാണോ നിങ്ങളോട് തെറ്റ് ചെയ്തത്, നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ബലം ഉറപ്പായിട്ടും അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ആൾക്കാരുടെ യഥാർത്ഥ മുഖംമൂടി പുറത്തു വരിക തന്നെ ചെയ്യും. ഇവിടെ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനൊരു അവസ്ഥയിലെത്തുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ഇവർ ശരിയായ വഴിയിൽ കൂടെയാണ് പോകുന്നത് അതോ തെറ്റായ വഴി കൂടെയാണ് പോകുന്നത് എന്ന്. ഇവിടെ ഭദ്രകാളി അമ്മയുടെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട്. ഭദ്രകാളി അമ്മ ഒരിക്കലും ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ വെറുതെ വിടുകയില്ല. ഇങ്ങനെയുള്ളവർക്ക് ഭദ്രകാളി അമ്മയുടെ ആ ഒരു താണ്ഡവം ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടാകും. അപ്പോൾ ഇവർക്ക് മനസ്സിലാകും ഇവർ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന്. ഇവിടെ ഒരു വ്യക്തിയുടെ കർമ്മം എന്താണെന്നുള്ള കാര്യം പൂർണ്ണമായിട്ടുള്ള രീതിയിൽ യൂണിവേഴ്സിൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തിൻ്റെ കയ്യിൽ ഉണ്ട്. ഇവിടെ ഭദ്രകാളിയമ്മ നിങ്ങളുടെ മേൽ ന്യായം ഉറപ്പായിട്ടും ചെയ്യുന്നതാണ്. ഭദ്രകാളി അമ്മയുടെ ആ ഒരു എനർജി എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ സംരക്ഷിക്കാനായിട്ട്. നിങ്ങൾ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ ഭദ്രകാളി അമ്മയെ പോയി തൊഴുത് കാണും. ആ ഒരു അമ്മയുടെ ബ്ലെസ്സിങ് ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇവിടെ വളരെ പൂർണ്ണമായ രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഭദ്രകാളി അമ്മയുടെ ആ ഒരു ആശീർവാദം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടെന്ന്. ഭദ്രകാളി അമ്മ നിങ്ങൾക്ക് ന്യായം തരിക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ ദൈവം നോക്കിക്കോളും എന്ന് മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചില ആൾക്കാർ, ഒരു കൂട്ടം ആൾക്കാർ ഒത്തുചേർന്ന് നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും വിശ്വസിക്കാൻ പോകരുത്. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പോകുന്നതെന്ന്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക നിങ്ങൾ. അപ്പോൾ കുറച്ച് ആൾക്കാരോട് ട്രസ്റ്റ് വയ്ക്കുന്നത് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ അവർ നിങ്ങളെ ചതിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഈ വ്യക്തികൾ സ്വാർത്ഥരാണ്. ഇവരെ ഒരിക്കലും വിശ്വസിക്കരുത്. ഇവിടെ എനർജിയുടെ ആ ഒരു കളി കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ്. അതായത് മറ്റൊരാൾ നിങ്ങളുടെ എനർജി യൂസ് ചെയ്യുന്നതായിട്ട്, അതായത് നെഗറ്റീവായിട്ടുള്ള വ്യക്തി നിങ്ങളുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയെ യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ഈ ഒരു സമയം നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുന്നുണ്ട്, കുറച്ച് സാവധാനമായിട്ട് ശ്രദ്ധാലുവായിട്ടിരിക്കേണ്ട സമയമാണ് ഇത് എന്ന് നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കുക. കുറച്ച് സാവധാനമായിട്ടിരിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാരെ വിശ്വസിക്കാൻ പോകരുത്. അവർ സ്വാർത്ഥരാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും നിങ്ങളുടെ ആ ഒരു എനർജി വെച്ച്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഇവിടെ ഭദ്രകാളി അമ്മ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. എന്നാലും നിങ്ങളും കുറച്ചൊന്ന് ശ്രദ്ധാലുവായിട്ടിരിക്കുക. ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലും ഉണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധ ആയിട്ടിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പം തോന്നും, ചുമ്മാ ഇരിക്കുമ്പോൾ ഇന്ന് ഭദ്രാളിയമ്മയെ പോയി തൊഴുതിട്ട് വരാം. ഇല്ല എങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഫോണിൽ അമ്മയുടെ ഫോട്ടോസ് കാണും. അല്ല എങ്കിൽ വീട്ടിൽ ഫോട്ടോ വച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കണ്ണ് അമ്മയിലേക്ക് തിരിയും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അമ്മയുടെ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഉണ്ട്. ഇവിടെ അമ്മ നിങ്ങളുടെ അടുത്തേക്ക് ഓടി ഓടി വരികയാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. കാരണം നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള അപകടത്തിലാണ് എങ്കിൽ പെട്ടെന്ന് ഓടി വരികയാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എത്ര വ്യക്തികൾ, 10, 5, 15 എത്ര വ്യക്തികളാവട്ടെ ടീമായിട്ട് വന്ന് നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാൽ ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഒരു ചതിയും ഉണ്ടാവത്തില്ല. കാരണം അത്രമാത്രം നിങ്ങൾ തകർന്ന വ്യക്തിയാണ്. അതിൽ നിന്നാണ് ദൈവം നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ ഈശ്വരൻ അനുവദിക്കുകയില്ല. ഈശ്വരൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതുമാത്രമേ ഇനി നിങ്ങളുടെ ലൈഫിൽ നടക്കുകയുള്ളൂ. ഇവിടെ ഈ ഒരു വ്യക്തി ഇത്രമാത്രം അൺകംഫർട്ടബിൾ ആവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു സ്വഭാവം മാറി, നിങ്ങളുടെ ആ ഒരു നേച്ചർ മാറി. അത് കാരണമാണ് ഈ വ്യക്തി ഇപ്പോൾ ഇത്രമാത്രം അൺകംഫർട്ടബിൾ ആകുന്നത്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു നിങ്ങൾ ഈ രീതിയിൽ മാറണമെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ സാഹചര്യങ്ങൾ അങ്ങനെ ആയി. അങ്ങനെ നിങ്ങൾ സ്വയം മാറുകയും ചെയ്തു. ഇവിടെ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളെ മാറ്റിയപ്പോൾ ഈ ലോകത്തിലുള്ള ആൾക്കാർക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം എങ്ങനെ ഇത്രമാത്രം മാറ്റം നിങ്ങളിൽ വന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇവിടെ ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് അപ്രീസിയേഷൻ ചിലപ്പോൾ ലഭിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ചിന്താഗതിയിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടാകും. നിങ്ങളുടെ മോശം ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം ആൾക്കാർ പോലും നിങ്ങളുടെ ഈ ഒരു നേച്ചർ കണ്ടിട്ട് അവർക്കും അൺകംഫർട്ടബിളായിട്ട് ഫീൽ ആകും. എങ്ങനെ ഈ വ്യക്തിക്ക് ഇങ്ങനെ മാറാൻ സാധിച്ചു എന്ന് അവരും ചിന്തിക്കുന്നു. നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സംസാരിക്കുന്ന രീതി, നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോവുകയാണ് ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിലെല്ലാം ആൾക്കാർക്ക് ഭയങ്കരമായിട്ടൊരു അൺകംഫർട്ടബിൾ ഫീൽ ആകുന്നു. എങ്ങനെ ഇവർക്കിങ്ങനെ മാറാൻ സാധിക്കുന്നു, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നു അവർ. ഇവിടെ നിങ്ങളോട് ദേഷ്യം വയ്ക്കുന്ന ആൾക്കാർ നിങ്ങളോട് കുറച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ. നിങ്ങളോട് ദേഷ്യം ഇല്ലാത്ത ആൾക്കാർ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഓരോന്ന് പ്ലാൻ ചെയ്ത് ഓരോന്ന് ചെയ്യും. അവർ നിങ്ങളോട് സംസാരിക്കാനും വരും. ഇവിടെ നല്ലൊരു വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നോക്കിയായിരിക്കും സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ മോശം ആഗ്രഹിക്കുന്ന വ്യക്തി ഒരിക്കലും നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കത്തില്ല. ഇവിടെ ഈ ഒരു വ്യക്തി ആരായിക്കൊള്ളട്ടെ, ഈ ഒരു വ്യക്തി മാറ്റപ്പോൾ നിങ്ങൾ ഒരു സംസാരവും വയ്ക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഒത്തിരി വേദനകൾ ഈ ഒരു വ്യക്തി തന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സഡനായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ മോശമായിട്ട് ഉള്ള ഒരു അനുഭവം ഈ വ്യക്തി കാരണം ഉണ്ടായി. വളരെ മോശമായ ശബ്ദം നിങ്ങൾക്കെതിരെ യൂസ് ചെയ്തു ഇവർ. ഈ ഒരു വ്യക്തി ചിലപ്പോൾ വർക്ക് പ്ലേസിലുള്ള ആളായിരിക്കാം. വളരെ കഷ്ടപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ ആ ഒരു എനർജിയെ ബാലൻസിലാക്കുകയാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് വരണം എന്നാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയാണ് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ക്രിയേറ്റ് ആക്കുന്ന യൂണിവേഴ്സ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കൂടുതലായിട്ടും 11 ഈ നമ്പർ കാണാൻ സാധിക്കുന്നുണ്ടാകും. ഒരു ടൈമെന്ന് പറയുന്ന ട്രാൻസ്ഫർമേഷൻ്റെ ആ ഒരു ടൈമാണ്. നിങ്ങളെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുപോകുന്ന ടൈമാണ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആളാണ് എങ്കിൽ എത്രത്തോളമാണോ ജോലി അത്രത്തോളം മാത്രം സംസാരം, അത് മാത്രം മതി. അല്ലാതെ കൂടുതലായിട്ട് ഇവരോടൊന്നും സംസാരിക്കാൻ ഈ വ്യക്തികൾ നിങ്ങൾക്കൊരു വാല്യൂവും തരുന്നില്ല. പക്ഷേ ഈശ്വരൻ നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ട്. അതുമാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഇവരെത്ര തന്നെ നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചാലും, നിങ്ങളെ വളരെ കൊച്ചാക്കാൻ ശ്രമിച്ചാലും നിങ്ങളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈശ്വരൻ നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ട്. എല്ലാ സ്ഥലത്തും നിങ്ങളെ ഈശ്വരൻ രക്ഷിക്കുന്നുമുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യം നെവർ മൈൻഡായിട്ട് എടുക്കുക നിങ്ങൾ. ഇവിടെ ഏത് രീതിയിലാണോ ഈ ഒരു വ്യക്തിക്ക് അവരുടെ ആ ഒരു കർമ്മ റിട്ടേൺ ആകുന്നത്, അതേപോലെ തന്നെയാണ് നിങ്ങളെ ദൈവം ബാലൻസിലാക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഈ വ്യക്തിയുടെ കള്ളത്തനം മിക്കവാറും ആൾക്കാരും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഇവരുടെ സ്വഭാവം എങ്ങനെയെന്ന് വെച്ചാൽ മറ്റുള്ളവരോട് വളരെ തെറ്റായ രീതിയിൽ ഇവർ പെരുമാറുന്നു.
ഇവരുടെ ആ ഒരു മോശം ഭാഷ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു. ഇതെല്ലാം ഇവർ ചെയ്യുന്നു. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, മറ്റുള്ളവരോട് ദേഷ്യപ്പെടുമ്പോൾ പറയുന്ന വാക്കുകൾ വളരെ മോശമാണ്. പെട്ടെന്ന് റിയാക്ഷൻ ഇവർ ചെയ്യുന്നു. അപ്പോൾ പറയുന്ന വാക്കുകൾ എത്രത്തോളം മോശമാണെന്ന് ഇവർ നോക്കുന്നില്ല. ഇവിടെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഇവർ അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ബലം കിട്ടി തുടങ്ങിയിരിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തുടക്കമായതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോകെ പോകെ ഇവർക്ക് മനസ്സിലാകും ഇവർ ചെയ്ത തെറ്റുകളുടെ ബലമാണ് ഇവർ അനുഭവിക്കുന്നത് എന്ന്. അപ്പോൾ നിങ്ങളുടെ കൂടെ ആരൊക്കെ മോശം ചെയ്തിട്ടുണ്ടോ അത് റിലേറ്റഡ് ആയിട്ട് ന്യായം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. ആ ഒരു ന്യായത്തിൻ്റെ ന്യൂസ് നിങ്ങൾക്ക് നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. ഇവിടെ എനിക്കറിയാം നിങ്ങൾ ഇത്രയും കാലം ദുഃഖം അനുഭവിച്ചവരാണ്. ഇപ്പോൾ നിങ്ങൾ പതുക്കെ പതുക്കെ ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്. ഇനി നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക തന്നെ ചെയ്യും. വരാൻ പോകുന്ന 40 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് ഫുൾഫിൽ ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ്, ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷെ അതിൽ നിന്ന് നിങ്ങൾ മുക്തരാവുന്നതാണ്. കാരണം നിങ്ങൾ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വ്യക്തി 2 മുഖമുള്ള വ്യക്തിയാണ്, അത് ഡബിൾ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ഈ വ്യക്തിയുടെ യഥാർത്ഥ മുഖം എല്ലാവരും അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിനോട് നിങ്ങൾ ന്യായത്തിൻ്റെ പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്. ദൈവം ആ ഒരു പ്രാർത്ഥന കേട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് ന്യായം ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ എന്തോ വലിയൊരു കാര്യം നടക്കാൻ പോവുകയാണ്. പക്ഷെ ആ ഒരു വലിയ കാര്യം പതുക്കെ സ്റ്റക്കാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഇവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ബലമായിട്ടാണ് ഇവർക്കിത് സംഭവിക്കുന്നത്. അതായത് എന്തോ ഒരു കാര്യം സമയത്തിന് തീരാതെ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥ. എന്തോ ഒരു സന്തോഷം ഇവർക്ക് ലഭിക്കാൻ പോകുന്നു. പക്ഷേ ആ ഒരു ശരിയായ സമയമാകുമ്പോൾ അത് സ്റ്റക്കാവുന്ന അവസ്ഥ. ഈ ഒരു വ്യക്തിയും മറ്റുള്ളവരുടെ സെലിബ്രേഷനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു വ്യക്തി മറ്റുള്ളവരുടെ ആ ഒരു ഹൃദയം വേദനിപ്പിക്കാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ഈ വ്യക്തി എങ്ങനെയെന്ന് വെച്ചാൽ ഒരു വ്യക്തി വിഷമിക്കുകയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയെ ആ ഒരു വിഷമം കരച്ചിൽ കണ്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ആകും. അങ്ങനെ ഒരു എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണിത്. അതായത് മറ്റുള്ളവർ ദുഃഖിക്കുന്ന കാണുമ്പോൾ ഇവർക്ക് തോന്നും ഞാൻ ഇവരുടെ ലൈഫ് തന്നെ മോശമാക്കി, എനിക്ക് സന്തോഷമായി, അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തി. ഇവിടെ എന്തായാലും ഇവരുടെ നേച്ചർ എന്താണോ അത് ഈശ്വരൻ കണ്ടു. അതിൻ്റെ കർമ്മം ഇവർ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഈ ഒരു വ്യക്തി ഇവരുടെ ലൈഫിൽ പുതിയൊരു തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഈ ഒരു പ്രകൃതി അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം ഇവരെ അതിന് സമ്മതിക്കാതിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നെഗറ്റിവിറ്റി വാശിയിലാണ്. അതായത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പുതിയ തുടക്കം കുറിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ ഓപ്പോസിറ്റ് ബ്രഹ്മാണ്ടമാണ്. ബ്രഹ്മാണ്ടം അതിന് സമ്മതിക്കുന്നില്ല. ഇവിടെ നെഗറ്റിവിറ്റി എന്ത് തന്നെ ചെയ്തോട്ടെ, സാമവേദദണ്ഡം എന്ത് വേണോ ചെയ്തോട്ടെ, പക്ഷേ പോസിറ്റിവിറ്റി മാത്രമേ വിജയിക്കുകയുള്ളൂ. കാരണം നെഗറ്റിവിറ്റി അത്രമാത്രം പ്രയത്നിക്കും എനിക്കൊരു പുതിയ തുടക്കം കുറിക്കണമെന്ന്, പക്ഷേ സാധിക്കത്തില്ല. ഈ ഒരു കളി വളരെ മുന്നേ തന്നെ നടന്നതാണ്. പക്ഷേ ഇതിൻ്റെ അവസാനം നിയറിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർക്ക് ഗിൽറ്റ് ആകും. കാരണം ഇവരുടെ ഇമേജ് വളരെ മോശം അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഗിൽറ്റ് ഫീൽ ആകും. ഇവരുടെ ആ ഒരു ഇമേജിനെ രക്ഷിക്കാൻ വേണ്ടി ഇവർ ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. മറ്റുള്ളവർ ഇവരോട് എന്തെങ്കിലും തെറ്റായ രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇവരും തിരിച്ച സെയിം രീതിയിൽ സംസാരിക്കും. അല്ലാതെ അവിടെ മിണ്ടാതിരിക്കത്തില്ല. ഇവിടെ ഇവർ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ നിന്ന് ആ ഒരു സോറി പറയത്തില്ല. ഗിൽറ്റ് ഭാവം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതെല്ലാം പ്രകൃതി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രഹ്മാണ്ടം ഇവരെ ഇത്രമാത്രം തളർത്തും. ഇവർ ചെയ്ത ആ ഒരു കർമ്മങ്ങളെല്ലാം അപ്പോൾ ഇവർക്ക് ഓർമ്മ വരും. ഇവിടെ ഇവരുടെ ആ ഒരു ശബ്ദത്തിൻ്റെ പ്രഭാവം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ശബ്ദം മോശമാകുമ്പോഴാണ് നെഗറ്റിവിറ്റി ഇവരിലേക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഇവർ എന്താണോ പറയുന്നത് അതായിരിക്കത്തില്ല മറ്റുള്ളവർ വിശ്വസിക്കുന്നത്, വേറെ ഒന്നായിരിക്കും അവർ വിശ്വസിക്കുന്നത്. ഇവിടെ എന്തായാലും ഈ ഒരു വ്യക്തി പാസ്റ്റിൽ ചെയ്ത എന്താണോ കർമ്മം അത് ഇവരെ വളരെ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോഴത്തെ ഒരു സമയം ഇവർ തെറ്റൊന്നും ചെയ്യത്തില്ല, പക്ഷെ തെറ്റ് ചെയ്തു എന്ന ആരോപണം ഇവരുടെ മേൽ ഉറപ്പായിട്ട് ഉണ്ടാകും. എന്തായാലും ഈ ഒരു വ്യക്തി ഡബിൾ പേഴ്സണാലിറ്റിയാണ്, സ്വാർത്ഥരാണ്. എപ്പോഴൊരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഇവർ. അപ്പോൾ ഈ ഒരു വ്യക്തി ആരെയാണോ വിശ്വസിക്കുന്ന ആ വ്യക്തി തന്നെയായിരിക്കും ഇവരെ ചതിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു പ്രകൃതി പാഠം പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ ചെയ്ത തെറ്റാണ്, അതിൻ്റെ ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ള പാഠം പഠിപ്പിക്കുന്നത്.
ഇവിടെ ആരോടോ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവരുടെ വീടിനടുത്തുള്ളവരോ ആരോ ആണ്. അവർ ഇവരോട് വഴക്കിടാൻ വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സഡനായിട്ട് ഇവർ ആരോടോ വഴക്കിടുകയും അത് പിന്നെ വലിയൊരു വഴക്കായിട്ട് മാറുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ വഴക്കിൻ്റെ സമയത്തും ഓപ്പോസിറ്റ് വ്യക്തി പറയുന്ന വാക്കുകൾ അത് ഇവർക്ക് ഭയങ്കരമായിട്ട് കൊള്ളും. അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി ഇവർക്ക് വിഷമം, ഭാരം, ഒറ്റപ്പെടൽ, ഭയങ്കരമായിട്ടുള്ള ദുഃഖം ഇതൊക്കെയായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് ഇവർ സമയത്തിന് നല്ല വാല്യൂ കൊടുത്ത് നല്ല കാര്യങ്ങൾ ചെയ്തെങ്കിൽ സമയം ഇവരെ ഈ രീതിയിൽ പരീക്ഷിക്കില്ലായിരുന്നു. ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷമം ഇവിടെ നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഫ്യൂച്ചറിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷമം ഇവർ ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കൾ ഇവരുടെ പിന്നിലുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ഒരു ഹെൽപ്ലെസ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സ്വയം ഇവരെ ഒന്ന് സഹായിക്കാൻ പോലും ആ രീതിയിലായിരിക്കും ഇവർ തളർന്നു പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ആ ഒരു കർമ്മ റിട്ടേൺ സ്റ്റാർട്ടായി കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.